കേരളത്തിൽ 25 ലക്ഷം കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഒരു യുക്തിസഹമായ പറച്ചിലാണോ? എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ SIR നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്യാൻ പോവുകയാണ്. വളരെ കൃത്യമായ കണക്കുകളും രേഖകളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 25 ലക്ഷത്തിന് പുറത്ത് വോട്ടർമാരെ നീക്കം ചെയ്യാൻ പോകുന്നത്. ഇത് വെറുതെ നീക്കം ചെയ്യുകയല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ കാര്യകാരണ സഹിതം കണക്ക് സഹിതം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. എന്തായാലും 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച്, അതായത് 2025 ഒക്ടോബർ വരെയുള്ള കണക്ക്, നവംബർ അവസാനം ഡിസംബറിലാണ് നമ്മൾ ഈ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളത്തിലടക്കം നടപ്പാക്കി തുടങ്ങിയത്. അതുകൊണ്ട് ഒക്ടോബർ വരെയുള്ള കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടർ പട്ടിക അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ 6,44,547 പേർ മരിച്ചുപോയവരാണ്. ഇവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. ഇത് തൊട്ട് കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു കണക്കാണ്. ഒക്ടോബർ വരെയുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിലും തൊട്ട് തലേ ദിവസം ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് വരെ മരിച്ചുപോയ ആൾക്കാർ വോട്ടർ പട്ടികയിൽ ഇനി ഇടം പിടിക്കില്ല, അവരെ നീക്കം ചെയ്തിരിക്കും. അതുപോലെ ഇത് SIRൽ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതാണ് കേട്ടോ. ഈ 6,44,547 പേർ മരിച്ചു പോയവരാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ്. അതുപോലെ കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അത് 7,11,958 പേരാണ്. ഇവർ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതിന് നിയോഗിക്കപ്പെട്ട SIR നടപടികൾക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, 7,11,958 പേരെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഇത്രയും ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ എന്യൂമറേഷൻ ഫോം നമുക്ക് വീട്ടിൽ വന്ന് നേരിട്ട് തന്ന് നമ്മളിൽ നിന്ന് തിരിച്ചത് വാങ്ങുന്ന ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയ്ക്ക് കണ്ടെത്താൻ കഴിയാത്ത 7,11,958 പേർ കേരളത്തിലുണ്ട് എന്നാണ്. ഇനി 8,19,346 പേർ സ്ഥിരമായി താമസം മാറിയിരിക്കുകയാണ്. ഇവർ ജോലിക്കോ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കോ മറ്റോ താൽക്കാലികമായി മാറിയതല്ല, സ്ഥിരമായിട്ട് ഇവർ ഇവിടുന്ന് മാറി മറ്റെവിടെയോ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അത് വിദേശത്താവാം, അത് ഇതര സംസ്ഥാനങ്ങളിലാകാം, അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ കണക്കാണ് 8,19,346. ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരുണ്ട്. അത് 1,31,530. അതായത് കൊല്ലത്ത് വീടുള്ള ഒരാൾ വിവാഹം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് താമസം മാറുന്നു. അപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലും വോട്ടർ പട്ടികയിൽ ഈ ആൾ ഇടം പിടിച്ചേക്കാം, അതിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള 1,91,530 പേരുണ്ട്. പിന്നെ അല്ലാതെ 1,93,631 പേർ അല്ലാതെ മറ്റുള്ളവർ എന്ന ഒരു കണക്കിൽ നിൽക്കുകയാണ്. ഇങ്ങനെ 25,112 പേരാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നവർ. നോക്കൂ, ഇത്രയും ആൾക്കാർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകേണ്ടവർ, നീക്കം ചെയ്യപ്പെടേണ്ടവരാണ്. ഇവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചാൽ ഇവരുടെ പേരിൽ മറ്റാരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ സാധ്യതയില്ലേ? നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ, മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില പാർട്ടി ഗ്രാമങ്ങളിൽ അത്തരം സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ തമാശ രൂപേണ പറയാറുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ഈ നീക്കം ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുപോലെ കണ്ടെത്താനാകാത്ത എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട ആൾക്കാർ, ഒപ്പിട്ട് തിരികെ കിട്ടാത്ത
അങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത ആൾക്കാരെ വളരെ കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ, നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് വരെ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരവും ഉണ്ടാകും. ഈ പട്ടിക സംബന്ധിച്ച പരാതികളുണ്ടെങ്കിൽ നമുക്ക് കളക്ടറെ സമീപിച്ച് പരാതി കൊടുക്കാം. അതിനുള്ള സംവിധാനം കളക്ടറുടെ ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുപോലെ മണ്ഡലാടിസ്ഥാനത്തിൽ പാർട്ടികൾക്കും പട്ടിക ലഭ്യമാക്കും. 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് കൃത്യമായിട്ട് ഈ പട്ടിക ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവരുടേത്, കണ്ടെത്താൻ കഴിയാത്തത്, സ്ഥിരമായിട്ട് താമസം മാറിപ്പോയവർ, ഇവരുടെ എല്ലാം വിശദാംശങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാർക്ക് കൃത്യമായിട്ട്, ബൂത്ത് ഏജന്റുമാർ തുടങ്ങി എല്ലാവർക്കും കൃത്യമായിട്ട് ലഭ്യമാക്കും. ഇതെല്ലാം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഈ കണ്ടെത്താനാകാത്തവരുടെ വിവരങ്ങൾ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഈ ചൊവ്വാഴ്ചയാണ് ഇത് അവസാനിക്കുന്നത്. അതായത് ഇന്ന് തന്നെ അത് പ്രസിദ്ധീകരിക്കും. ജില്ലാ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഓരോ വാർഡിലെയും പട്ടിക വ്യക്തമായിട്ട് നമുക്ക് പരിശോധിക്കാം. തിരിച്ചറിയൽ കാർഡിലെ എപ്പിക് നമ്പർ, പേര്, ബന്ധുവിൻ്റെ പേര്, എന്യൂമറേഷൻ ഫോം, തിരിച്ചു കിട്ടാത്തതിൻ്റെ കാരണം, ഇതെല്ലാം ഉൾപ്പെടെയാണ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഇനി എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട മുഴുവൻ പേരുകളും 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. കണ്ടെത്താനാകാത്തവരുടെ പട്ടിക പ്രത്യേകമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കി മാധ്യമങ്ങളിലെല്ലാം കൃത്യമായി പരസ്യം ചെയ്യും, വാർത്തകൾ കൊടുക്കും. അതുപോലെ 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരുന്നവരിൽ 2002-ലെ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരും ഇല്ലാത്തവർക്കാണ് രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകുക. ഇത് 2002-ലെയും 2025-ലെയും പട്ടികയിൽ, വോട്ടർ പട്ടികയിൽ പേരില്ല. പക്ഷേ 2002-ലെ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരുമില്ല. അങ്ങനെയുള്ളവരുടെ രേഖകൾ ഹാജരാക്കാനാണ് നോട്ടീസ്, അല്ലാതെ മറ്റുള്ളവർക്കല്ല. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത് 98% തിരിച്ചെത്തി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അത് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കും, നമുക്ക് പരിപൂർണമായിട്ടും അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ബാക്കി 2%-ൻ്റെ കാര്യത്തിലാണ്. ശരിക്കും അത് 2% ഏതാണ്ട് 1% വരുമുള്ളൂ. 99% കൃത്യമായിട്ട് മാപ്പിംഗ് ചെയ്ത് തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നു. പക്ഷേ CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒന്നും ഇരിക്കപ്പൊറുതിയില്ല. ഇവരെല്ലാവരും ഒരുപാട് വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. വോട്ടുള്ളവരുടെ വോട്ടവകാശം നിഷേധിച്ചിരിക്കുകയാണ്. അവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ എന്നൊക്കെ ചോദിച്ച് ഇപ്പോഴും ഇങ്ങനെ അലമുറയിടുകയാണ്. ഒരു കാര്യവുമില്ല. ഏറ്റവും സത്യസന്ധമായി സുതാര്യമായി കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇനി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാം, പരാതി നൽകാം, വേണ്ട നടപടികൾ സ്വീകരിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെട്ടിട്ട് പ്രയോജനമുണ്ടായില്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് ഉണ്ട്, കോടതികളുണ്ട്, അവിടേക്ക് പോകാം. വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് പരാതി പറയാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പറയാൻ പോയിട്ട് ആ പരാതി സ്വീകരിച്ചില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറത്തുവിടാം. ഇത് കോടതികളിൽ ചോദ്യം ചെയ്യാം. അതിനൊക്കെയുള്ള അവസരം ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേ ദിവസം വരെ വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് ചേർക്കാം. പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെയും വോട്ടവകാശം നിഷേധിക്കാൻ കമ്മീഷൻ മനഃപൂർവ്വമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊന്നും ബോധ്യമല്ല. അവരിപ്പോഴും വോട്ട് ചോരി ആരോപിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുകയാണ്.
ഇതുകൂടെ കഴിയുന്നതോടുകൂടി കേരളത്തിലെ ചില പാർട്ടികളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിക്കാൻ പോവുകയാണ്. കാരണം കള്ള വോട്ടിൻ്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന, തന്ത്രപൂർവം വിജയിച്ചു വരുന്ന ചില ആൾക്കാർ, ചില മണ്ഡലങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ കാറ്റിൽ പറത്താൻ പോവുകയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ടവകാശമുള്ളൂ എന്നൊരു സാഹചര്യം കേരളത്തിൽ പരിപൂർണമായും നടപ്പാകും. അതിലേക്കുള്ള ചുവടുവെപ്പാണ് കമ്മീഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇരട്ട വോട്ടുള്ളവർ, അങ്ങനെയുള്ളവരടങ്ങുന്ന ഏതാണ്ട് 25 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയുടെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. അത് 23-ന് പ്രസിദ്ധീകരിക്കും. ഇപ്പോഴും സമയം നീട്ടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും. ഒരു കാരണവശാലും സമയം നീട്ടി നൽകും എന്ന് തോന്നുന്നില്ല. ഡിസംബർ 18-ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് സുപ്രീം കോടതി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 20 വരെ ആക്കിയിട്ടുണ്ട്. അത് ഡിസംബർ 18-ന് പറഞ്ഞതുപോലെ ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അത് സംബന്ധിച്ച് നമ്മൾ വിശകലനങ്ങൾ നടത്തി. വളരെ കൃത്യമായ റിപ്പോർട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SIR വളരെ ഭംഗിയായി കേരളത്തിൽ നടപ്പായി വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.